നമ്മുടെ ചിത്തൂട്ടൻ ഭയങ്കര കളിയിലാണ് കേട്ടോ. അപ്പോൾ ഇതിലുള്ള തമാശ എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ രാത്രി 2 മണി കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അവൻ്റെ അണ്ണനെ ഉറങ്ങാൻ വിടുന്നില്ല, എന്നെ ഉറങ്ങാൻ വിടുന്നില്ല, ഒരേ കളിയാണ്. പിന്നെ ഞാൻ അവനെ എടുത്തുകൊണ്ട് താഴെ പോയി കിടക്കുവാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അമൃതം പൊടിയാണ്. നമ്മുടെ കേരളത്തിലെ അമൃതം പൊടി, നമ്മൾ തമിഴ്നാട്ടിൽ ചെത്തുമാവെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ അംഗൻവാടിയിൽ നിന്ന് കിട്ടിയാണ് കേട്ടോ. നമ്മുടെ തമിഴ്നാട്ടിലെ അംഗൻവാടികൾക്ക് പറയുന്ന അരക്ലാസ് എന്നാണ്. അപ്പോൾ അരക്ലാസ്സിൽ നിന്ന് കിട്ടിയ അമൃതം പൊടിയാണ്. ഇത് ജിത്തുടനെ കിട്ടുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമ്മൾ ഇതിട്ട് ഉരുണ്ട വയ്ക്കുക എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് തേങ്ങയും പിന്നെ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല, അതിൽ ഓൾറെഡി മധുരം ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഉരുട്ടിയിട്ട് നമ്മൾ ഇഡ്ഡലി തട്ട് വെച്ച് ആവിയേറ്റി എടുക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മീൻ മേടിക്കാൻ പോണ വഴിയിൽ കണ്ട താറാക്കുട്ടങ്ങളാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം ഇത് സൈഷൻ്റെ അച്ഛൻ മേടിച്ചിരുന്ന പലഹാരങ്ങളാണ്. അപ്പോൾ അച്ഛൻ ഇന്നലെ കോയമ്പത്തൂർ പോയിട്ട് ഇന്ന് രാവിലെ വന്നു. അപ്പോൾ കുറച്ച് പലഹാരമൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ഞാൻ അത് കേക്ക് എടുത്ത് വെച്ച് കഴിക്കുവാണ് കേട്ടോ. അപ്പോൾ ഒരു 10 മണി ആവാറായി രാവിലെ. അങ്ങനെ പിന്നെ ഞാനത് കഴിഞ്ഞിട്ട് നമ്മളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ഉരുണ്ടയും പാലും കഴിച്ചു. അതിനുശേഷം നമുക്ക് കിട്ടിയ മീൻ നെത്തോലിയാണ്. കുറേ നാളുണ്ടേ നമുക്ക് നെത്തോലിയും ചാളയും മാറി മാറി വരുന്നുണ്ട്. അങ്ങനെ ഒരു 10 മണി കഴിഞ്ഞിട്ടാണ് കാപ്പിയൊക്കെ കുടിച്ചത്. പിന്നെ മീൻകറി വേഗം നെത്തോലി അടുപ്പിലാക്കി അതിലേക്ക് തക്കാളിയും പച്ചമുളകും കൂടെ അരിഞ്ഞിടുവാണ്. അപ്പോൾ അബിക്കുട്ടൻ്റെ അനിയൻ ജിത്തൂട്ടൻ കരഞ്ഞു. അങ്ങനെ എൻ്റെ അടുത്തുകൊണ്ടിരുത്തി കളിപ്പിക്കുകയാണ് കേട്ടോ. കളിപ്പട്ടം പറക്കിയിട്ട് കൊടുത്തിട്ട് ഇനി എനിക്ക് മോരേറിയുടെ വെക്കണം. അപ്പോൾ അതിന് തേങ്ങയില്ല. അങ്ങനെ തേങ്ങ എടുത്ത് വെച്ച് ഒരേ ഒതുക്കിയൊക്കെയാണ്. അങ്ങനെ നമ്മൾ നെത്തോലിക്കറി നല്ലവണ്ണം റെഡിയായിട്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ മാങ്ങ ഇട്ടു കേട്ടോ. മാങ്ങയിട്ട് അതിനുശേഷം നമ്മൾ മോരേറി ഉണ്ടാക്കുവാണ്. ഉള്ളിയും തക്കാളിയും എല്ലാം വഴറ്റിയിട്ട് തേങ്ങ അരച്ച് നമ്മൾ മോരേറി റെഡിയാക്കി. അപ്പം ഇത് അബിക്കുട്ടനാണ് ഈ കറി വെക്കുന്നത് കേട്ടോ. അവന് മീൻ കറിയൊന്നും എരിവുള്ള കറിയൊന്നും അങ്ങനെ കൂട്ടത്തില്ല. അങ്ങനെ സൈഷേട്ടനും എല്ലാവരും ചോറ് കഴിച്ചു. സൈഷേട്ടൻ ജോലിക്ക് വീണ്ടും പോയി. ഞാനങ്ങനെ ചോറ് കഴിച്ചു. അതിനുശേഷം വൈകിട്ട് പോയി കുളിച്ചു. വൈകിട്ടത്തേക്ക് സൈഷേട്ടൻ വന്നപ്പോൾ മേടിച്ചിട്ട് വന്നതാണ് ഇത്രയും ബിസ്ക്കറ്റ് കേട്ടോ. അബിക്കുട്ടന് ബിസ്ക്കറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ്. അപ്പോൾ ചായക്ക് വേണ്ടിയിട്ട് നമ്മൾ വൈകിട്ട് ബിസ്ക്കറ്റാണ്. ഒരുവിധം ജിത്തൂട്ടിനെ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ജോലിയൊക്കെ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ചില സമയങ്ങളിൽ ഭാഗ്യത്തിന് നമ്മൾ ഉറങ്ങും. അപ്പോഴത്തേക്ക് നമ്മുടെ ജോലികളൊക്കെ നടക്കും. ഇല്ലെങ്കിൽ അവൻ ഭയങ്കര നിർബന്ധമായിരിക്കും. പിന്നെ അവനെ വെച്ചോണ്ട് നിന്ന് ജോലി ചെയ്യും. പിന്നെ രാത്രി നമുക്കറിയാലോ, ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളിലെല്ലാം അമ്മമാർക്കും രാത്രി ഉറക്കമൊന്നും നല്ലവണ്ണം കാണത്തില്ല. അപ്പോൾ എനിക്ക് ഉറക്കമൊന്നുമില്ല. രാവിലെ ഉറങ്ങാമെന്ന് വെച്ചാൽ രാവിലെ ഉറങ്ങാനും സമയം കിട്ടത്തില്ല കേട്ടോ. ചില സമയങ്ങളിൽ രാത്രി 10-11 മണിക്കൊക്കെ ആയിരിക്കും ഞാൻ പാത്രമൊക്കെ കഴുകുന്നത് തന്നെ. അങ്ങനെ നമ്മൾ വിളക്കെല്ലാം തേച്ചു. അതിന് കഴിഞ്ഞ് വിളക്ക് എത്തിക്കാൻ പോയി. വിളക്ക് കത്തിച്ചിട്ട് വന്നിട്ട് ചായ ഇട്ടു. അപ്പോൾ ബിസ്ക്കറ്റ് കഴിക്കുവാണ്. അബിക്കുട്ടനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല. ബിസ്ക്കറ്റ് കൂടുതൽ കഴിക്കരുതെന്ന് പറഞ്ഞാൽ അവൻ അതേ കഴിക്കും. പിന്നെ കേരളത്തിൽ ഞാൻ ചായക്ക് അങ്ങനെ കടി എനിക്ക് വേണം നിർബന്ധമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നമ്മൾ ചായ മാത്രമായിരുന്നു എനിക്ക് കഴിക്കാൻ ഇഷ്ടം. പിന്നെ എന്ന് എൻ്റെ കല്യാണം കഴിഞ്ഞ് തമിഴ്നാട്ടിൽ വന്നു അന്ന് തൊട്ട് ഇവിടെ ചായക്ക് കടി മസ്റ്റാണ്. അപ്പോൾ അങ്ങനെ അത് ശീലമായി. ഇപ്പം ചെറിയ എന്തോനൊന്ന് ചായയുടെ കൂടെ ഇല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു ഇതാണ് കേട്ടോ. പിന്നെ രാത്രിത്തെ അത്താഴത്തിൽ നമ്മളിതേ മുട്ട ഓംലെറ്റ് ചെയ്യാണ് കേട്ടോ. നെത്തോലിക്കറിയും മോരേറിയും മാത്രം ഉള്ളതുകൊണ്ട് മുട്ട മിക്ക ദിവസവും രാത്രി മുട്ട ഓംലെറ്റോ അല്ലെങ്കിൽ പുഴുങ്ങിയോ വല്ലതും ചെയ്യും. അങ്ങനെ ചോറെല്ലാം കഴിച്ചു പോയി കിടന്ന് ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നല്ല ദിവസം നിർത്തുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്